എന്റെ ഹൃദയത്തിന്റെ ഉടമ. രചന ജാസ്മിൻ കുഞ്ഞോൾ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. അച്ഛാ, അങ്ങനെ ഒരു വിഷമമൊന്നും ഈ കാര്യത്തിൽ അച്ഛന് വേണ്ട. ഈ വിവാഹത്തിനെല്ലാം കൊണ്ട് ഞാൻ ഓക്കെയാണ്. അത് നീ കളവ് പറയുക. ഞാനത് വിശ്വസിക്കില്ല. ഓർമ്മ വെച്ച നാളെ മുതൽ ഒരു പെണ്ണിനെ നെഞ്ചി കൊണ്ടുനടന്നിട്ട് ഒരു നിമിഷം കൊണ്ട് അവളെ മറന്നിട്ട് അവളുടെ അനിയത്തിയെ സ്നേഹിക്കാൻ മാത്രം വലിയൊരു മനസ്സൊന്നും എൻ്റെ മകനില്ല. അവളെ നീ സ്വീകരിക്കായിരിക്കും, പക്ഷേ വേണ്ടച്ചാ, ഇനി നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കണ്ട. ശില്പ എനിക്കിഷ്ടമാണ്. പിന്നെ അച്ഛനൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ജീവനായി സ്നേഹിച്ച പെണ്ണിനെ വേണ്ടെന്ന് പറഞ്ഞ ഞാനല്ല, അവളാ. അവൾക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലെന്ന് തുറന്നു പറയുകയും ചെയ്തു. നമ്മളെ വേണ്ടാത്തവരെ നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ തീരാവുന്ന പ്രശ്നം ഈ കാര്യത്തിലുള്ളൂ അച്ഛാ. അല്ലാതെ അവൾക്ക് പിന്നാലെ വീണ്ടും പോയിട്ട് സ്വന്തം ലൈഫുകളെ മാത്രം മണ്ടനല്ല ശ്രീമംഗലത്തെ സുധാകരൻ്റെ മകൻ ശ്രീഹരി. അത്രയും അച്ഛൻ മനസ്സിലാക്കിയാൽ മതി. ആ ശരി മോനെ, നന്നായി വരട്ടെ. അച്ഛൻ പോയി കിടക്ക്, ടൈം ഒരുപാടായില്ലേ? ആ കിടക്കാം. എന്നാ ഓക്കെ സാർ, ഗുഡ് നൈറ്റ്. അച്ഛനെ നോക്കിക്കൊണ്ട് ശ്രീഹരി മുകളിലേക്കുള്ള കോണിപ്പടി കയറി. അവൻ പറഞ്ഞിട്ട് പോയ വാക്കുകൾ ഓരോന്നും വിശ്വാസം വരാത്ത പോലെ അദ്ദേഹം അങ്ങനെ നിന്നു. ആ രാത്രി മായ തേടി ഉറക്കം വന്നതേയില്ല. അല്ലെങ്കിൽ കുറച്ചാളായിട്ട് അവസ്ഥ ഇത് തന്നെയാണ്. എത്ര കണ്ണുകൾ അടച്ച് കിടന്നാലും ഉറക്കം ഈ വഴിക്ക് വരിക പോലും ഇല്ല. ഉറക്കം വരെ തന്നോട് പിണക്കമാണെന്ന ചിന്ത മായയ്ക്ക് ഇപ്പോൾ തോന്നാറില്ല. തൊട്ടടുത്ത് കിടക്കുന്ന അനിയത്തി മായയെ കെട്ടിപ്പിടിച്ച് നല്ല ഉറക്കമാണ്. കുറച്ച് ദിവസമായിട്ട് അവൾ നിർബന്ധം പിടിച്ച് തൻ്റെ കൂടെ കിടക്കുന്നതാണ്. തൻ്റെ സങ്കടങ്ങൾ ഏറെ അറിയുന്ന ഒരാളെന്ന നിലയിൽ ചേച്ചിങ്ങാനും വല്ല അവ്യയം ചെയ്യുമോ എന്നുള്ള പേടി അവളിൽ ഉണ്ടായിരിക്കുമോ? എന്തു തന്നെയായാലും അവൾ തൻ്റെ അരികിലുള്ള വല്ലാത്തൊരു ആശ്വാസമാണ് മനസ്സിൽ നിറക്കുന്നത്. ഇനി എന്തെങ്കിലും ചെയ്യാൻ തോന്നിയാൽ തന്നെ അവളുടെ മുഖം തന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കും. വീണ്ടും മായയുടെ ഉള്ളിലേക്ക് ശ്രീഹരിയുടെ മുഖം തെളിഞ്ഞു വന്നു. ഏറെ പ്രണയിച്ച് ഒരു മനസ്സാലെല്ലാം കൈമാറിയവർക്കിടയിൽ ഒരിക്കലും ഒന്നിക്കാനാവാത്ത അകലം നിറഞ്ഞിരിക്കുന്നു. ശ്രീയേട്ടിന് മായ എന്നത് അടഞ്ഞ അധ്യായം മാത്രമായി മാറിയിരിക്കുന്നു. ഇനി ആ മുഖം കണ്ടാൽ തൻ്റെ ഹൃദയം പിടയരുത്, കണ്ണുകൾ വിടരരുത്, ശരീരം വിറക്കരുത്, ഒന്നും ഉണ്ടാവരുത്. ആ മനുഷ്യൻ എൻ്റെ ഉള്ളിൽ ആഴത്തിൽ അങ്ങനെ പതിഞ്ഞു നിന്നോട്ടെ, ആരും അറിയാതെ, ഞാൻ പോലും അറിയാതെ. തൻ്റെ പ്രിയപ്പെട്ടവർ സന്തോഷമായി ജീവിക്കട്ടെ. അവരോളം വലുതല്ലല്ലോ തനിക്കൊന്നും. അച്ഛനും അമ്മയും ഇപ്പോൾ ഏകദേശം പിണക്കൊക്കെ മാറിയ അവസ്ഥയാണ്. പക്ഷേ പ്രശാന്ത്, അയാളുടെ കാര്യത്തിൽ വീണ്ടും അച്ഛനും അമ്മയും പിണങ്ങാനുള്ള ചാൻസ് ഉണ്ട്. വയ്യ അയാളിൽ തന്റെ ജീവിതം എറിഞ്ഞു കൊടുക്കാൻ. തൻ്റെ ജീവിതം അവന് പകർത്തു നൽകുന്നതിനേക്കാൾ നല്ലത് മരണമാണ്. കഴിയില്ല തനിക്ക് അവൻ്റെ പാതിയാവാൻ. ഈശ്വര, തളർത്തല്ലേ എന്നെ. ആരും അറിയാതെ ഞാൻ എൻ്റെ പ്രണയമായിട്ട് ഈ ജന്മയോടെ ജീവിച്ചോളാം, അത് മാത്രം മതി എനിക്ക്. നെഞ്ചിൽ കൈവച്ച് അവൾ മന്ത്രിച്ചു. ശിവയെ ഒന്ന് തിരിഞ്ഞു നോക്കി അവൾ കണ്ണുകൾ പതിയെ അടച്ചു. രാവിലെ ഫോണിന്റെ റിങ് കേട്ടാണ് ശില്പ ഉറക്കിൽ നിന്ന് ഞെട്ടിയുണർന്ന്. ഉറക്കം വിട്ടുമാറാതെ കണ്ണുകൾ വലിച്ചോർന്ന് ഡിസ്പ്ലേയിൽ നോക്കുമ്പോൾ ശ്രീയേട്ടനെന്ന് സേവ് ചെയ്ത ആ പേര് കണ്ടതും അവൾ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ദൈവമേ, ശ്രീയേട്ടനോ? അവളുടെ അമ്പരപ്പ് മാറിയതേയില്ല. മുൻപെപ്പോഴോ ശ്രേയയോട് നമ്പർ വാങ്ങി സേവ് ചെയ്താണ്. ഇന്നേ അവർ അങ്ങോട്ട് വിളിച്ചിട്ടില്ല. അന്ന് ചേച്ചിയുടെ എല്ലാമായിരുന്നല്ലോ. അവൾ ഓരോന്നോർത്തു നിന്നും കോള് ബെല്ലടിഞ്ഞ് കട്ടായി. അയ്യോ, കട്ടായല്ലോ. ഞാൻ എന്ത് പണിയും കാണിച്ച് കോൾ എടുത്തില്ലല്ലോ. അപ്പോഴേക്കും വീണ്ടും കോള്. പെട്ടെന്ന് തന്നെ കോൾ അറ്റൻഡ് ചെയ്ത് അവൾ ചെവിയോട് ചേർത്തു. ഹലോ ശില്പ, ഞാൻ ശ്രീഹരിയാ. അവളെന്തോ ചോദിക്കുന്നതിന് മുമ്പ് അപ്പുറത്തുള്ള സംസാരം വന്നു. മനസ്സിലായി ശ്രീയേട്ടാ, നമ്പർ സേവ് ആണ്. ആ, നമ്പറൊക്കെ ഓൾറെഡി സേവ് ആണല്ലോ. അത് പിന്നെ അവൻ്റെ സംസാരം കേട്ട് അവളൊന്ന് പരുങ്ങി. നിന്ന് വീർക്കണ്ട, ഞാനിപ്പോൾ ചെയ്യുന്നത് തന്നെ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കാനാ. യാ ഷൂർ ശ്രീയേട്ടാ, കാണാം. ഓക്കെ, താങ്ക് യു. ടൈമും സ്ഥലവും ഞാൻ കുറച്ച് കഴിഞ്ഞ് മെസ്സേജ് അയക്കാം. ഓക്കെ ശ്രീയേട്ടാ. അപ്പോൾ പറഞ്ഞ പോലെ ബൈ. ശ്രീ അവളെന്തോ പറയാനായി വാത്തുറക്കുമ്പോഴേക്കും കോള് കട്ടായിരുന്നു. ചെറിയൊരു നിരാശ അവളിൽ ഉടലെടുത്തെങ്കിലും ശ്രീയേട്ടൻ തന്നെ ഫോണിൽ വിളിച്ചും കാണണമെന്ന് പറഞ്ഞു അവളിൽ വല്ലാത്തൊരു സന്തോഷവും ഉന്മേഷവും നിറച്ചു. ഫോണിൽ മുമ്പെന്നോ ആരും കാണാൻ സൂക്ഷിച്ചു വെച്ച ഫോട്ടോ ഓപ്പൺ ചെയ്ത് അതിലവൾ ചുണ്ടമർത്തി. കോളേജിലും സ്കൂളിലും ലവ് പ്രപ്പോസൽ ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും അതിലൊന്നും വലിയൊരു താല്പര്യം ഇന്നവരെ തോന്നിയിട്ടില്ല. അപ്പോഴേക്ക് ചേച്ചിയുടെ തെളിഞ്ഞു മറിഞ്ഞും കാണേണ്ടി വന്ന പ്രണയത്തിൽ മാത്രമായിരുന്നു കണ്ണ്. ചേച്ചിയുടെ മുഖത്തെ സന്തോഷവും തെളിച്ചവും നാൾക്ക് നാൾ തന്നിലൊരു അസൂയയായി മാറി. അന്നു മുതലുള്ള ആഗ്രഹമായിരുന്നു ശ്രീയേട്ടനെ സ്വന്തമാക്കണമെന്ന്. അതിനാരും അറിയാതെ പലതും ചെയ്തു. പക്ഷേ നിരാശ മാത്രമായിരുന്നു ഫലം. അല്ലെങ്കിലും ചേച്ചിയെക്കാൾ എന്തുകൊണ്ട് സുന്ദരിയായ തന്നെ എന്തുകൊണ്ട് ശ്രീയേട്ടനെ ഇഷ്ടപ്പെട്ടില്ലെന്ന ചിന്ത എപ്പോഴും ഉണ്ടായിരുന്നു. ശില്പക്കും ശിവാനിക്കും അമ്മയുടെ സൗന്ദര്യമായിരുന്നു കിട്ടിയിരുന്നത്. മായ്ക്കും അച്ഛൻ മാധവന്റെ ഇരുനിറവും. നിറത്തിന്റെയും സൗന്ദര്യത്തിന്റെയും കാര്യത്തിൽ എന്നും ശില്പ തന്നെയായിരുന്നു മുന്നിൽ. അതിന്റെ അഹങ്കാരം തെല്ലൊന്നുമല്ലായിരുന്നു അവളിൽ ഉണ്ടായിരുന്നത്. ശോഭേ, ഞാൻ ഇറങ്ങുവാ. ഹാളിൽ നിന്നുള്ള അച്ഛന്റെ ശബ്ദം കേട്ടാണ് ശില്പ ചിന്തയിൽ നിന്ന് ഞെട്ടിയത്. കയ്യിൽ മുറുകെ പിടിച്ച ഫോൺ ചാർജിലിട്ട് ഒരു പുൻചിരിയോടെ അവൾ ബാത്റൂമിലേക്ക് കയറി. പുലർച്ചെ എപ്പോഴും ഉറക്കം വന്നുകൊണ്ട് തന്നെ മായ എഴുന്നേൽക്കാൻ നന്നായി വൈകിയിരുന്നു. ഷോപ്പിൽ പോകാനുള്ളതുകൊണ്ട് വേഗത്തിൽ അവൾ ഓരോ ജോലി തീർക്കുമ്പോഴാണ് അമ്മ അവൾക്കരിയിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞത്. നീ വേഗം റെഡിയായി പോവാൻ നോക്ക്, എനിക്കിന്ന് ലീവാ, ബാക്കി ഞാൻ നോക്കിക്കോളാം. അതെയോ, എന്നാ വേഗം റെഡിയാവട്ടെ. ശരി. അമ്മയുടെ വാക്കേട്ട് അവൾ വേഗം റൂമിലേക്ക് നടന്ന് വേഗത്തിൽ ഒരുങ്ങി അമ്മയോട് യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി.
സ്ഥിരം പോകുന്ന ബസ് പോയിരുന്നു. ഇനി അടുത്ത ബസ് 10-20 മിനിറ്റ് കഴിയണം. മോളെ ഇന്ന് നേരം വൈകിയോ? ബസ് പോയല്ലോ. ബസ് സ്റ്റോപ്പിലേക്ക് കയറുവേ പിന്നിൽ നിന്നുള്ള സംസാരം കേട്ട് അവളും തിരിഞ്ഞു. വീടിന്റെ കുറച്ചപ്പുറത്തുള്ളതാണ് രാധേച്ചി. ആ ചേച്ചി കുറച്ച് വൈകി. അല്ല ചേച്ചി ഇത് എവിടെ പോയേക്കുമായിരുന്നു? അതൊന്നും പറയണ്ട മോളെ, വിമലയുടെ കുട്ടിയുണ്ട് വീട്ടിൽ. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ വരെ പോയപ്പോൾ കൂടെ വന്നാ. സ്കൂളിൽ പോകാനുള്ളതല്ലേ, ഇങ്ങോട്ടൊന്നും അവരെ വണ്ടി വരൂല. ഞാൻ ആ കവലവരെ വിടാൻ പോയതാ. ഓ അങ്ങനെ. എന്നിട്ട് മോൻ പോയോ? പോയി മോളെ, ഇനി വൈകിട്ട് വരുമ്പോഴേക്ക് അവിടേക്ക് പോകണം. അല്ല മോളെ, നീ എന്ത് പണിയായി കാണിച്ച്? എന്ത് ചേച്ചി? നീ അല്ലാതെ ഇഷ്ടപ്പെട്ട ചെക്കൻ അനിയത്തിക്ക് കൊടുക്കോ? നിനക്ക് എന്ത് പറ്റി കുട്ടിയെ? തീരെ ബോധല്ലേ? അവരുടെ വാക്കുകൾക്ക് മുമ്പിൽ അവൾ തലകുനിച്ചു. മറിച്ചൊന്നും പറയാൻ അവളുടെ നാവ് പൊങ്ങിയില്ല. നിനക്കൊന്നും പറയാനില്ലല്ലേ? അല്ലെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേരൊരു കാര്യം സ്നേഹം ഇഷ്ടം എന്നൊക്കെ പറഞ്ഞങ്ങ് നടക്കും. പിറ്റേന്ന് അവനെ വേണ്ട, എനിക്ക് വേറൊരുത്തിനെ ഇഷ്ടമാണെന്ന് പറയും. അവളുടെ മൗനം കണ്ടതും അത്രയും പറഞ്ഞ് അവർ മുന്നോട്ട് നടന്നു. അവളുടെ നെഞ്ചുവല്ലാതെ പിടഞ്ഞു. തന്റെ പ്രണയവും ഇഷ്ടവും സ്നേഹവുമെല്ലാം എന്റെ ശ്രീയേട്ടനാണെന്നുള്ളത് എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. അന്നും ഇന്നും എന്നും അതിന് മാറ്റമൊന്നുമില്ല. മായക്കുട്ടി, രാധേച്ചി പറഞ്ഞിട്ട് പോയ ഓരോ വാക്കുകളോർത്ത് വേദനയോടെ ഇരിക്കുമ്പോഴാണ് തൊട്ടുമുമ്പിൽ നിന്നുള്ള വിളി. ഇടയ്ക്ക് ശ്രീയേട്ടൻ മാത്രമാണ് അങ്ങനെ വിളിക്കാറ്. ആ ഓർമ്മയിൽ മുഖമുയർത്തിയതും മുന്നിൽ പ്രശാന്തിനെ കണ്ട അവൾക്കുള്ളിൽ വല്ലാത്തൊരു ദേഷ്യം നുരഞ്ഞു പൊന്തി. മായക്കുട്ടി വാ കയറ്, ഏട്ടൻ കൊണ്ടുവിടാൻ ഷോപ്പിൽ. ഒരു വഷളം ചിരിച്ചുകൊണ്ട് പ്രശാന്ത് പറഞ്ഞു. ഞാൻ എങ്ങോട്ടുമില്ല, നിങ്ങളൊന്ന് പോയേ. അവൾക്ക് ദേഷ്യം കൊണ്ട് ആകെ വിറക്കുന്നുണ്ടായിരുന്നു. എന്തിനാ മായന് ഈ വാശി? ഇതൊക്കെ അവസാനിപ്പിക്കാൻ സമയമായില്ലേ? നമ്മൾ ആഗ്രഹിച്ച പോലെ നമ്മൾ ഒന്നാവും പോവാ മോളെ. നമ്മൾ ആഗ്രഹിച്ചതോ? മായ പുച്ഛത്തോടെ അവൻ്റെ മുമ്പിൽ ചീറി. അയ്യോ, ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ വേണേ. പറഞ്ഞ പോലെ നമ്മളല്ലല്ലോ, ഞാനല്ലേ. ഞാനതങ്ങ് മറന്നു. പണ്ട് നിന്നെ കണ്ണുവെച്ചവനാ ഞാൻ. നിന്റെ അനിയത്തി കുറച്ച് അഹങ്കാരം കൂടുതലാ. മുമ്പ് അമ്മ നിന്റെ അച്ഛനോട് നിങ്ങളാരെങ്കിലും എനിക്ക് വേണ്ടി ചോദിച്ചപ്പോ അവള് വേണ്ടെന്ന് മനസ്സിൽ ഉറപ്പിച്ചതാ. എനിക്ക് എന്തുകൊണ്ട് ചോദിച്ച എൻ്റെ ഈ ശാലീന സൗന്ദര്യമുള്ള മായക്കുട്ടി തന്നെയാ. മായ തന്റെ ദേഷ്യം കടിച്ചമർത്തി അവനെ തറപ്പിച്ച് നോക്കി. നീ ഇങ്ങനെ തറപ്പിച്ചു നോക്കിയിട്ടൊന്നും കാര്യമില്ലടി. നിന്റെ അച്ഛൻ, അതായത് എൻ്റെ അമ്മാവ് നിന്നെ ഉടനെ എനിക്ക് കെട്ടിച്ചേരുന്നുള്ള കാര്യം ഉറപ്പാ. അതുകൊണ്ട് ഈ വാശിയും ദേഷ്യമൊക്കെ ഒന്ന് കുറച്ച് ഏട്ടനോടൊന്ന് സ്നേഹത്തോടെ സംസാരിക്കുമത്തേ. അത് താമാത്രം തീരുമാനിച്ചാൽ മതിയോ? എൻ്റെ അച്ഛൻ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒന്നിനും നിർബന്ധിക്കില്ല. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ ആ വാക്കിൽ താൻ അധികം നെകളിക്കണ്ട. അവളുടെ ധൈര്യത്തോടെയുള്ള സംസാരം കേട്ട് പ്രശാന്ത് പൊട്ടിച്ചിരിച്ചു. പെട്ടെന്ന് തന്നെ അവന്റെ മുഖത്തെ ചിരി മാഞ്ഞു. നീ മോളെ, ഇനി നീ ആരെയാടി കാത്തിരിക്കുന്നത്? നിന്നാ മറ്റവനെയോ? എന്നാൽ ഒരു കാര്യം നീ ഉറപ്പിച്ചോ, അവൻ ഇനി നിന്നെ തേടി വരില്ല. ഈ ജന്മത്തിലും മാത്രമല്ല, അടുത്ത ജന്മത്തിലും. അവന്റെ പെണ്ണ് ശില്പയാ. ശില്പക്ക് മാത്രം ഇനി അവനിൽ അവകാശം. അതുകൊണ്ട് ഈ പാവ എന്നെ കെട്ടി എന്റെ മക്കളെയും പ്രസവിച്ച് എന്റെ കൂടെ ജീവിക്കാൻ നോക്ക്. അതാ നിനക്ക് നല്ലത്. പോളം നാണം കിട്ടവനെ, നിന്നെ കെട്ടുന്നതിന് നല്ല വല്ല ട്രെയിനിന്റെ മുമ്പിൽ ചാടി മരിക്കുന്ന. ആഹാ, അത്രക്കായോ? വന്ന് വണ്ടി കയറി. പ്രശാന്ത് മായയുടെ കൈ പിടിച്ച് വലിച്ചു. വിടടാ. അവൾ വെറുപ്പോടെ തന്റെ കൈ അവനിൽ നിന്ന് വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴേക്കും അപ്പുറത്തുനിന്ന് അവൾക്ക് പോകാനുള്ള ബസ് വരുന്നുണ്ട്. പ്രശാന്ത് അവളുടെ കൈയുടെ പിടുത്തം പതിയെ വിട്ടു. ബസ് സ്റ്റോപ്പിന്റെ മുമ്പിൽ വന്നിരുന്നു. മായ അവനെ വെറുപ്പോടെ നോക്കി വേഗത്തിൽ ബസ്സിലേക്ക് കയറി. അതുകൊണ്ട് പ്രശാന്ത് ദേഷ്യത്തോടെ കൈ വണ്ടിയുടെ ഹാൻഡിലിൽ അടിച്ചു. നിന്നെ ആ വീട്ടിലിടി. നിന്നെയും കൊണ്ട് ഈ പ്രശാന്ത് പോവുള്ളൂ. കാത്തിരുന്നോ നീ? അവൾ പോയ വഴിയെ നോക്കി അവൻ പിറുവിറുത്തോണ്ടേയിരുന്നു. ടൗണിലുള്ള ശ്രീമംഗലം ജ്വല്ലറിയുടെ തൊട്ടടുത്ത് ശില്പ ശ്രീഹരി വരുന്ന നോക്കി ആകാംക്ഷയോടെ നിന്നു. രാവിലെ ശ്രീഹരി വിളിച്ചവും തന്നെ കാണണമെന്ന് പറഞ്ഞു ഇപ്പോഴും അവൾക്കുള്ളിൽ വിശ്വാസം വരാത്ത കാര്യമായിരുന്നു. ഓരോന്നോർത്ത് അവളങ്ങനെ നിൽക്കുമ്പോഴാണ് ശ്രീഹരിയുടെ കാറ് തൊട്ടടുത്ത് വന്നു നിന്നും അവനൊരു പുഞ്ചിരിയോടെ അതിൽ നിന്ന് ഇറങ്ങുന്നവൻ കണ്ടത്. ആയി ശില്പ. അടുത്തേക്ക് വന്നുകൊണ്ട് അവൻ അവൾക്ക് നേരെ കൈകൾ നീട്ടി. പെട്ടെന്ന് അവൾക്ക് അവന്റെ പ്രവൃത്തിയിൽ അത്ഭുതം തോന്നിയെങ്കിലും അവളും മടിച്ചു മടിച്ച് കൈകൾ നീട്ടി. എന്താണോ ഇങ്ങനെ? മടിയാണോ? അങ്ങനെയൊന്നുമില്ല ശ്രീയേട്ടാ. എന്നാ ഒന്ന് കാറി കയറി. അവനൊരു പുഞ്ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു. മടിയൊന്നും കൂടാതെ അവൾ വേഗത്തിൽ കാറിന്റെ ഫ്രണ്ടിൽ വന്ന് കയറി. അവൾക്ക് പിന്നാലെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ശ്രീഹരിയും. ഇതെല്ലാം കുറച്ചപ്പുറത്ത് നോക്കിക്കണ്ട കണ്ണുകളിൽ വല്ലാത്തൊരു നനവ് പടർന്നു. കൺമുമ്പിൽ കാണുന്ന കാഴ്ചകൾ വിശ്വാസം വരാത്ത പോലെ അവൾ ഒന്നുകൂടെ നോക്കി. കണ്ണുനീരിനാൽ കണ്ണു മൂടപ്പെട്ട അവസ്ഥ. കൈകളാൽ കണ്ണുനീരിനെ തുടച്ചു കളഞ്ഞിട്ടും വീണ്ടും വീണ്ടും കണ്ണുകൾ ഒഴുകിക്കൊണ്ടേയിരുന്നു. എത്ര തന്നെ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും അവൾക്കതിന് കഴിഞ്ഞില്ല. കാറ് കണ്ണിൽ നിന്ന് മറിഞ്ഞിട്ടും അവളുടെ കണ്ണ് മനസ്സുവാർ പോയ വഴിയെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ഡീ. ധന്യ അടുത്ത് വന്നെട്ടിയതും പകപ്പോടെ അവൾ തിരിഞ്ഞു. എന്താടി നീ ആ പേടിച്ച പോലെ? അവളുടെ മുഖത്തെ വെപ്രാളം കണ്ടതും ധന്യ ചോദിച്ചു. ഏയ് ഒന്നില്ലടി. മായ ഒരു ഒഴുക്കമട്ടിൽ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ വാ, ഷോപ്പിൽ കയറി സംസാരിക്കാം. വാ. ധന്യ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു. ഒരു യന്ത്രമെന്നോണം മായ അവൾക്ക് പിന്നാലെ ചലിച്ചു. ഇനി പറ, എന്താ കാര്യം? ഷോപ്പിലേക്ക് കയറിയതും ധന്യ മായയോട് കാര്യം തിരക്കി. ഒന്നില്ലടി, ഞാൻ വെറുതെ എന്തോ ഓർത്തു. നീ നടക്ക്, ഞാനിപ്പോ വരാം. ധന്യയെ വിട്ട് മായ ബാത്റൂമിലേക്ക് വേഗത്തിൽ നടന്നു.
ഡോർ ലോക്ക് ചെയ്തും കടിച്ചു പിടിച്ച സങ്കടം കണ്ണുനീരായി വീണ്ടും ഒഴുകി. മായും ധന്യം ബാങ്കിൽ പോകാനായി ഇറങ്ങിയതായിരുന്നു രാവിലെ. ബാങ്കിൽ നിന്നിറങ്ങി മായയോടൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ധന്യ തൊട്ടടുത്ത കടയിൽ എന്തോ ആവശ്യത്തിന് കയറിയപ്പോഴാണ് മായ ആ കാഴ്ച കൺമുമ്പിൽ കാണുന്നത്. ആ കാഴ്ച തെല്ലൊന്നുമല്ല അവളെ വേദനിപ്പിച്ച് വല്ലാതെ നോവുന്നുണ്ട്. അതിലുപരി ചോര പൊടിയുന്നുണ്ട്. ഹൃദയം മാറിക്കോ ചേർന്ന് കുത്തിക്കീറുന്ന അവസ്ഥ. എത്ര നിയന്ത്രിച്ചിട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് അവളുടെ ഉള്ളിൽ എന്തോ ഒരു തരിപ്പ് നിറഞ്ഞു. ഈശ്വര, ഞാൻ എന്തൊക്കെയായി ഓർക്കുന്നു. ഞാൻ തന്നെയല്ലേ എല്ലാം വിട്ടുകളഞ്ഞ്. എന്നിട്ടിപ്പോൾ സങ്കടപ്പെടുന്നു. എന്തിന്? ആർക്ക് വേണ്ടി? ഇല്ല, എനിക്കറിയില്ല. ഞാൻ ഇതോടെ തീരണമല്ല. ദുഃഖം കടിച്ചമർത്തി അവൾ കണ്ണുകൾ അമർത്തി തുടച്ച് മുഖം കഴുകി ഡോർ തുറന്ന് പുറത്തേക്ക് നടന്നു. എന്താണോ താനൊന്നും മിണ്ടാത്തത്? ഒരു റെസ്റ്റോറൻറ്റിൽ ശ്രീഹരിക്ക് അഭിമുഖമായി ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്ന ശില്പ അവന്റെ ചോദ്യം കേട്ട് മെല്ലെ തലയുയർത്തി. ഏയ് ഒന്നില്ല ശ്രീയേട്ടാ. ആ, ഞാനാണല്ലോ കാണണമെന്ന് പറഞ്ഞു വിളിച്ച്. അപ്പം ഞാൻ തന്നെയല്ലേ പറയണ്ട്. അത് ഞാൻ അങ്ങ് മറന്നു. മുഖവരൊന്നുമില്ല. ഞാൻ കാണുമെന്ന് പറഞ്ഞത് നമ്മുടെ വിവാഹം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോവുകയാണല്ലോ. ഒരിക്കലും സ്വപ്നത്തിൽ പോലും നമ്മൾ രണ്ടുപേരും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് നടക്കാൻ പോകുന്നത്. അതിനെന്തായാലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇനി ഈ കാര്യത്തിൽ ശില്പക്ക് മറ്റാരുടെയും ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഏയ് അങ്ങനെയൊന്നുമില്ല ശ്രീയേട്ടാ, ഞാനും ഓക്കെയാണ്. ഇതിനു മുമ്പ് ശ്രേയ തന്നെ എനിക്ക് വേണ്ടി ആലോചിച്ച് ഓർക്കേണ്ട. അതവിടെ പൊട്ടത്തിലാണെന്ന് കരുതിക്കോളും. എന്ന് തന്നെയാണെങ്കിൽ തനിക്ക് തുറന്നു പറയാം. അതെന്തായാലും ഞാൻ സ്വീകരിക്കും. ശില്പ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. അവൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടെ മനസ്സിലേക്ക് നിറച്ചു. എന്നിട്ട് പറഞ്ഞു, ശ്രീയേട്ടാ അങ്ങനെയൊരു പ്രശ്നം എനിക്കില്ല. ഈ വിവാഹത്തിന് എല്ലാ രീതിയിലും ഞാൻ തയ്യാറാ. ഓക്കെ, അത് മതി. തന്നെ ഒന്ന് കണ്ട് സംസാരിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ സാധിച്ചു. ഇനി ബാക്കി കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാലോ അല്ലേ? ആ പോവാം ശ്രീയേട്ടാ. എന്നാൽ നമുക്ക് പോയാലോ? എനിക്ക് ഓഫീസിൽ പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. ഓക്കെ ശ്രീയേട്ടാ. അവർ ഒരുമിച്ച് പുറത്തിറങ്ങി. ശില്പ അവിടുന്ന് ഒരു ഓട്ടോയിൽ കയറ്റി വിട്ട് ശ്രീഹരി ഓഫീസിലേക്ക് വിട്ടു. ഒരിടൻ ഇത്രയും ഗ്ലാമറുള്ള ഒരു പെൺകുട്ടിയെ മുന്നിൽ കണ്ടിട്ടൊന്ന് റൊമാൻറ്റിക്കായിട്ട് സംസാരിച്ച പോലുമില്ല. ഓട്ടോയിൽ കയറിയ മുതൽ ശില്പ ശ്രീഹരി ഓർത്ത് ഓരോന്ന് പിറുവിർത്തുകൊണ്ടിരുന്നു. മായിച്ച് ഇയാളിങ്ങനെ സഹിച്ചാവും ഇത്രയും കാലം. ആ ശരിയാക്കാം. ശ്രീഹരിയുടെ താലിയാണെങ്കിൽ ഈ ശില്പ ശ്രീമംഗലത്തൊന്ന് കയറിക്കോട്ടെ. എല്ലാ ചരിത്രവും ഒന്ന് മാറ്റി എഴുതപ്പെടുക ചെയ്യും. വരാനിരിക്കുന്ന ഓരോന്നോർത്തും അവളുടെ ചുണ്ടിൽ ഒരു ഗൂഢമായ പുഞ്ചിരി വിടർന്നു. ചേച്ചി, വൈകിട്ട് ട്യൂഷൻ കഴിഞ്ഞു വന്നു ശിവമായയും വിളിച്ചുകൊണ്ട് നേരെ അടുക്കളയിലേക്ക് ചെന്നു. ആ നീ വന്നോ? പോയി കുളിച്ചോ? ചേച്ചി ചായ എടുക്കാം. അതൊക്കെ പിന്നെ, ആൾ പറഞ്ഞുകൊണ്ട് അടുക്കളയിലെ മേശമേൽ കയറിയിരുന്നു. ചേച്ചി അതെ പിന്നെ ഉണ്ടല്ലോ. നീ ചെല്ലു വേണേ, കളി പറഞ്ഞിക്കാതെ. അതല്ലേ ചേച്ചി, ഇന്നുണ്ടല്ലോ. ആ ഇന്ന് നാളെയൊക്കെ ഉണ്ട്. മായ ഒരു ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു. ചേച്ചി. ശിവ പരിഭവം നടിച്ച് മേശയിൽ നിന്ന് ചാടിയിറങ്ങി മായ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ചു. പോയി കുളിക്കുമെണ്ണേ, ആകെ വൃത്തിയേടായി നിൽക്കുമല്ലേ. അതൊക്കെ പോവാം. പിന്നെ ഇന്ന് അനുവിന്റെ ചേച്ചി ടൗണിൽ നിന്ന് ശ്രീയേട്ടനെയും ശില്പേച്ചിനെയും കണ്ടുപോലും. അവൾ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ പറഞ്ഞതാ. എനിക്കൊക്കെ കേട്ടപ്പോൾ വല്ലാതെ ദേഷ്യം തോന്നി രണ്ടാളോടും. ശില്പേച്ചി അതിൻ്റെ കാര്യം പോട്ടെ, പക്ഷെ ശ്രീയേട്ടൻ അത്രയ്ക്ക് മോശമായി പോയി ചേച്ചി. ശ്രീയേട്ടൻ മോളെ വേണ്ട, ശ്രീയേട്ടനെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയില്ലേ. പെട്ടെന്ന് മായ തിരിഞ്ഞെന്ന് ശിവയുടെ വാപ്പൊത്തി പിടിച്ചുകൊണ്ട് ദയനീയമായി മൊഴിഞ്ഞു. ഇരു വീട്ടിലും വിവാഹത്തിന്റെ തിരക്കിൽ നടന്നുകൊണ്ടിരുന്നു. ശ്രീമംഗലത്ത് ശ്രീധരന്റെ കൊച്ചുമക്കൾ ആദ്യത്തെ വിവാഹമായതുകൊണ്ട് തന്നെ നാടാകെ വിവാഹത്തിന് ക്ഷണം കിട്ടിയിരുന്നു. അതിൽ നിന്നൊട്ടും കുറവില്ലാതെ തന്നെ ലക്ഷ്മി നിലയത്തിലും തിരക്കുകളുണ്ടായിരുന്നു. അവിടെ എന്ത് കുറവുണ്ടെങ്കിലും അതെല്ലാം നികത്താൻ ശ്രീമംഗലത്തുള്ളവർ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും ആവശ്യപ്പെട്ടില്ലെങ്കിലും മായ കുറച്ചു ദിവസം ലീവ് എടുത്ത് വീട്ടിലെ തിരക്കിലേക്ക് മുഴുകി. ഉള്ളിൽ നീറുന്ന സങ്കടങ്ങൾ കാരണം താൻ ഒറ്റൊരാളാണെന്നുള്ള ബോധം ഇതിനോടകം അവളിൽ തന്നെ വന്നിരുന്നു. അതുകൊണ്ട് ആ നോവുകളിലേക്ക് അവൾ തിരിഞ്ഞു നോക്കിയില്ല. വീട്ടിൽ വരുന്നവരെ സ്വീകരിച്ചും അവരോട് വിശേഷങ്ങൾ പറഞ്ഞും ഓരോ ദിനങ്ങളെ അവൾ മുന്നോട്ട് നീക്കി. ഇടയ്ക്കിടയ്ക്ക് ശ്രീഹരിയുടെ കാര്യം അറിയുന്നവർ അവൾ കേൾക്കാനെന്ന തോതിൽ ഓരോന്ന് പറയുന്ന കാതിൽ വന്ന് പതിഞ്ഞിട്ടും അതിനെയൊന്നും മൈൻഡാക്കാതെ ആൾ അവളുടെ ജോലിയിൽ മുഴുകി. നല്ലത് പറയുന്നതിനും കുറ്റം പറയുന്നതിനും അവൾ ചെവി കൊടുത്തില്ല. എന്നാലും കുട്ടിയെ അതിൻ്റെ നല്ലൊരു ജീവിതം അനിയത്തിക്കുട്ടി കൊടുത്തു കളഞ്ഞല്ലോ എന്ന് പരിതാപം പറഞ്ഞു വരുന്നവരെ അവൾ പുഞ്ചിരി കൊണ്ട് മാത്രം നേരിട്ടു. അതിനിടയിൽ മായ എങ്ങനെയെങ്കിലും തന്റെ വരുതിയിൽ കൊണ്ടുവരാനുള്ള അവസരം നോക്കിക്കൊണ്ട് പ്രശാന്തം ഉണ്ടായിരുന്നു. തനിച്ചായി പോകുന്ന ഓരോ സന്ദർഭങ്ങളെയും അവൾ യുക്തിപൂർവ്വം ഒഴിവാക്കി. ഒരവസരം കിട്ടിയാൽ എന്ത് തോന്നിയാസവും ചെയ്ത് അയാൾ തന്നെ വരുതിയിലാക്കുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് ഓരോ അവസരങ്ങളിൽ അവൾ ശ്രദ്ധയോടെ നിന്നു. ശ്രീമംഗലം തറവാട് വിശാലമായ മുറ്റത്ത് വലിയൊരു പന്തൽ. ആളുകളുടെ തിക്കും തിരക്കും കൂടി വരുന്നു. രണ്ട് വീട്ടുകാർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ഓഡിറ്റോറിയത്തിലാണ് ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തത്. എന്നിരുന്നാലും രണ്ട് വീട്ടിലും വിവാഹത്തിന്റെ തലേ ദിവസങ്ങളിൽ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ശ്രേയ ഏറെ സന്തോഷത്തിലായിരുന്നു. താൻ ആഗ്രഹിച്ച ജീവിതത്തിനപ്പുറം തന്റെ പ്രിയ സുഹൃത്ത് ഏട്ടന്റെ പെണ്ണാവുന്നുള്ള സന്തോഷം അവളിൽ നിറഞ്ഞു നിന്നു. പക്ഷേ ശ്രീഹരിയുടെ മുഖത്ത് എന്തോ വല്ലാത്തൊരു ദുഃഖം നിഴലിച്ച് നിന്നു. അത് മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും ഇന്ദ്രന് മനസ്സിലായിരുന്നു. വിവാഹം ഉറപ്പിച്ച അന്നു മുതൽ ഇന്ദ്രന്റെ ഒരു കണ്ണ് ശ്രീഹരിയുടെ പിന്നാലെ ഉണ്ടായിരുന്നു. ശ്രീഹരിയാണെങ്കിൽ ഇന്ദ്രനോട് പോലും മനസ്സുറക്കാതെ ഒഴിഞ്ഞൊഴിഞ്ഞ് നടപ്പായിരുന്നു. ഫ്രണ്ട്സ്, ഫാമിലി, ഓഫീസിലെ സ്റ്റാഫ്, അങ്ങനെ ഓരോരുത്തരും ശ്രീമംഗലത്ത് വന്ന് പോയിക്കൊണ്ടേയിരുന്നു.
അവരുടെ മുമ്പിൽ സന്തോഷത്തിന്റെ മുഖം മൂടിയണിഞ്ഞ് ശ്രീഹരി നന്നായി അഭിനയിച്ചു. താൻ അത്രത്തോളം സ്നേഹിച്ചവരിൽ നിന്നും തനിക്ക് കിട്ടിയ ഓരോ വേദനയും ഓർത്തു അവന്റെ ഹൃദയം പിടഞ്ഞു. അമ്മ, അനിയത്തി, മായ ഇവരൊക്കെ തന്നെ ആകെ തകർത്ത് കളഞ്ഞിരിക്കുന്നു. രാത്രി എല്ലാ തിരക്കുകളും അടങ്ങിയപ്പോൾ ഒന്ന് ഫ്രഷ് ആവാൻ റൂമിലേക്ക് കയറിയതാണ് ശ്രീഹരി. തന്റെ ശരീരത്തിൽ വിയർപ്പിനാൽ ഒട്ടിക്കിടക്കുന്ന ഷർട്ട് ഊരി മാറ്റിയിട്ട് ശ്രീഹരി കണ്ണാടിക്ക് മുമ്പിൽ വന്ന് നിന്നു. ഓപ്പോസിറ്റിൽ കാണുന്ന തന്റെ മുഖത്തേക്ക് ശ്രീ സൂക്ഷിച്ചു നോക്കി. ആ മുഖം കാണും തോറും ഒരേ സമയം ശ്രീഹരിക്ക് ചിരിയും കരച്ചിലും വന്നു. എത്ര പെട്ടെന്നാണ് തന്റെ ജീവിതം മാറ്റി എഴുതപ്പെട്ടത്. എല്ലാവരും പറയുന്ന പോലെ ദൈവത്തിന്റെ കരങ്ങളാലിൽ നിന്ന് മാത്രം. ചിലരുടെ ജീവിതത്തിൽ ദൈവം നിശ്ചയിച്ച് മനുഷ്യർ തിരുത്തുന്നു. അങ്ങനെ തന്റെ ജീവിതത്തിലും സംഭവിച്ചിരിക്കുന്നു. എല്ലാവരും സന്തോഷിക്കട്ടെ, അല്ലെങ്കിലും അത് തന്നെയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നു. കൂടുതലൊന്നും ആലോചിക്കാതെ ശ്രീഹരി മുഖം കൈകളാൽ അമർത്തി തുടച്ചു. തന്റെ ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നു ചേർന്നിട്ടുള്ള കാര്യങ്ങൾ അധികം ഓർത്താൽ ചിലപ്പോൾ തന്റെ നിയന്ത്രണത്തിലെന്നല്ല ആരുടെ നിയന്ത്രണത്തിലും നിൽക്കില്ല. അതുകൊണ്ട് വരാനുള്ള എന്ത് തന്നെയായാലും സ്വീകരിച്ചേ മതിയാവൂ. അതോർത്തും അവൻ കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറി. ഷവർ തുറന്നും വെള്ളം അവന്റെ തലയിലൂടെ അരിച്ചിറങ്ങി. തന്റെ നെഞ്ചിലെ പിടച്ചിൽ ഈ വെള്ളത്തുള്ളിയിൽ അലിഞ്ഞില്ലാതായി പോയെങ്കിലെന്ന് ഒരു മാത്രം അവൻ കൊതിച്ചുപോയി. ശ്രീഹരി, ശില്പ, ശ്രേയ, മഹേന്ദ്രൻ അലങ്കാരങ്ങളാൽ തിളങ്ങി നിൽക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട അതിഥികൾ ഒഴുകിയെത്തി. എല്ലാവർക്കും മുന്നിൽ നിറഞ്ഞ പുഞ്ചിരിയുമായി നിന്നു ശ്രീഹരിയും ശില്പയും ശ്രേയയും മഹിയും. അതേപോലെ ഉള്ളകം നീറുന്നുണ്ടെങ്കിലും ഒരു ഭാഗത്ത് മായും കൂടെ അവൾക്കൊരു ധൈര്യമായി ശിവയും. മുഹൂർത്തമെടുത്തതും വധുവരന്മാർ അവർക്കായി ഒരുക്കിയ ഇരിപ്പിടത്തിലേക്ക് ഇരുന്നു. സമയമായതും അച്ഛനെടുത്തു കൊടുത്ത താലി ശില്പയുടെ കഴുത്തിലേക്ക് ചാർത്താൻ ഒരുങ്ങവേ ശ്രീഹരി തലയിരിച്ച് ഇടതുഭാഗത്തായി മാറി നിൽക്കുന്ന മായയെന്ന് നോക്കി. ആ നോട്ടത്തിൽ അപ്പോൾ സങ്കടമോ ദേഷ്യമോ ഒന്നും ഇല്ലായിരുന്നു. ആർക്കും മനസ്സിലാവാത്ത മറ്റെന്തോ വികാരമായിരുന്നു. മറ്റാരും ശ്രദ്ധിച്ചില്ലെങ്കിലും അവന്റെ ആ നോട്ടം മായ കണ്ടിരുന്നു. കൂടെ ഇന്ദ്രനും. അവന്റെ നോട്ടത്തിൽ മായ ഒന്ന് പതറിയെങ്കിലും ധൈര്യം വീണ്ടെടുത്ത് അവളൊന്ന് പുഞ്ചിരിച്ചു. കേട്ടിക്കോളൂ. തിരുമേനിയുടെ ശബ്ദം കേട്ടതും ശ്രീഹരി ശില്പയുടെ കഴുത്തിലും മായി ശ്രേയയുടെ കഴുത്തിലും താലിയാർത്തി. താലി കഴുത്തിൽ വീണതും ശില്പത്തിലെ ഒരു അഹങ്കാരത്തോടെ മായയെ നോക്കി. ചേച്ചിയുടെ കൂടെ നിൽക്കുന്ന ശിവ അത് കണ്ടതും പുച്ഛത്തോടെ മുഖം തിരിച്ചു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞിറങ്ങി എല്ലാവരോടും യാത്ര പറഞ്ഞ് ശ്രീഹരി ശില്പയുടെ കയ്യിൽ പിടിച്ച് ശ്രീമംഗലത്തേക്കും മായി ശ്രേയയുടെ കയ്യിൽ പിടിച്ച് ലക്ഷ്മി നിലത്തിലേക്കും പോയി. ശ്രീഹരി ശില്പയും കൂട്ടി കാറിൽ കയറിയതും കാറ് മുന്നോട്ട് നീങ്ങി. ശ്രീമംഗലത്തെ കാർ ഓഡിറ്റോറിയത്തിന്റെ ഗേറ്റ് കടന്നു പോയതും അത് കണ്ടു നിന്ന മായയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ നിലത്തേക്ക് കടന്നു വീണു. നീ ഇതെന്തോ നോക്കിപ്പാ, വേഗം പോയിട്ടെല്ലാം എടുത്തു വെക്ക്. പെട്ടെന്ന് തന്നെ ശരീരത്തിൽ തട്ടിക്കൊണ്ടുള്ള അമ്മയുടെ സംസാരം കേട്ടതും മായ വെപ്രാളത്തോടെ തിരിഞ്ഞു. ഒന്നും മനസ്സിലാവാതെ അവൾ അവരെ തന്നെ നോക്കി. എന്താടി കേട്ടില്ലേ പറഞ്ഞ്? ശിവയും കൂട്ടിക്കോ. അമ്മ എന്താ പറഞ്ഞ്? അപ്പൊ ഞാൻ ഇത്രയും നേരം പറഞ്ഞു നീ കേട്ടില്ലേ? ഇല്ല. എന്താ അമ്മേ? വേഗം വീട്ടിലേക്ക് ചെന്ന് നിലവിളിക്ക് ആരതി എടുത്ത് വെക്കാൻ. ആ ഇപ്പൊ പോവാം. മോളെ വാ. ചേച്ചി. വീട്ടിലെത്തിയതും വെപ്രാളത്തോടകത്തേക്ക് ഓടിക്കയറി പോകുന്ന മായയുടെ അവസ്ഥ കണ്ട ശിവ അവളെ വേദനയോടെ വിളിച്ചു. എന്താ മോളെ, നീ വേഗം വാ, അവരിപ്പം ഇങ്ങ് എത്തും. ചേച്ചിക്ക് നല്ല സങ്കടം ഉണ്ടല്ലേ? ആ തിരക്കിലും ശിവക്ക് ചോദിക്കാതിരിക്കാനായില്ല. ഇനി അവൾക്ക് ഒരു സങ്കടം ഉണ്ടാവില്ല ശിവ മോളെ. ഈ ഏട്ടനുണ്ടല്ലോ എല്ലാത്തിനും. ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിന്റെ ചേച്ചി എന്റേതാവും പോവാ. പിന്നിൽ നിന്നുള്ള ശബ്ദം കേട്ടതും ശിവയും മായയും തിരിഞ്ഞു. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? ശിവ അവൻ നോക്കി പുച്ഛത്താൽ ചോദിച്ചു. അതുപോലെ പക്ഷെ തീരുമാനിക്കേണ്ടവർ നിന്റെ അച്ഛനും അമ്മയല്ലേ. അവര് തീരുമാനിച്ച ഞങ്ങളുടെ കാര്യം. അതൊന്നും മോൾ അറിഞ്ഞില്ലേ? ചേച്ചി മോളോടൊന്നും പറഞ്ഞില്ലേ? മിക്കവാറും നടക്കും, കാത്തിരുന്നോ. മോളെ വാ, അയാളോട് സംസാരിച്ചിക്കാതെ, സമയം പോകുന്നു. മായ അവളെ നോക്കി പറഞ്ഞു. ശിവ അയാളെ ദേഷ്യത്തിൽ നോക്കി മായക്ക് പിന്നാലെ നടന്നു. വൃത്തിയട്ടവൻ. പോകുന്ന വഴി അവൾ പിറുവിറുത്തോണ്ടിരുന്നു. ശ്രീമംഗലം തറവാട്. ശ്രീഹരിയുടെ അമ്മ പത്മം കൊടുത്ത നിലവിളക്കുമായി നിറഞ്ഞ പുഞ്ചിരിയാൽ ശ്രീഹരിയുടെ കയ്യിൽ പിടിച്ച് ശില്പ അകത്തേക്ക് കയറി. ശ്രീഹരി കുറച്ച് അകലം പാലിച്ചെങ്കിലും അവളുടെ അധികാര ഭാഗത്തുള്ള സമീപനം അവന് തീരെ പിടിച്ചില്ല. എങ്കിലും സംയമനം പാലിച്ച് എല്ലാത്തിനും അവൻ കൂട്ടുനിന്നു. എല്ലാം വെട്ടിപ്പിടിച്ചെന്ന അഹങ്കാരം അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഇനി താൻ പറയുന്ന ഈ ശ്രീമംഗലം തറവാട്ടിൽ നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ നടത്തിക്കുകയുള്ളൂ എന്നൊരു തീരുമാനം കൂടി അവൾ എടുത്തിരുന്നു. അമ്മ കൊടുത്ത നിലവിളക്ക് പൂജാമുറിയിൽ വെച്ചിട്ട് ഹാളിലേക്ക് വന്ന് ശ്രീഹരിക്ക് അടുത്തായി അവൾ ഇരുന്നു. മോളെ ശ്രീകുട്ടി, നീ ഏടത്തിയെ റൂമിലേക്ക് ഉണ്ടാക്ക്. ചടങ്ങുകൾ കഴിഞ്ഞ മുത്തശ്ശി ശ്രീകുട്ടിയെ നോക്കി പറഞ്ഞു. ഏടത്തി വാ. ശ്രീകുട്ടി പുഞ്ചിരിയോടെ നിൽക്കുന്ന ശില്പയുടെ കയ്യിൽ പിടിച്ച് മുകളിലേക്ക് കയറി. മുകളിലെത്തിയ ശ്രീകുട്ടി ശില്പയും കൂട്ടി ശ്രീഹരിയുടെ റൂമിലേക്ക് പോകാനായി തിരിഞ്ഞതും ശില്പയൊന്ന് നിന്നു. എന്നിട്ട് ശ്രീകുട്ടിയുടെ കൈകളിൽ നിന്ന് തന്നെ കൈ വലിച്ചെടുത്തു. അതേ ശ്രീകുട്ടി, ഞാൻ കൊച്ചുകുട്ടിയെന്നല്ല ഇങ്ങനെ കൈ പിടിച്ചടക്കാൻ. പിന്നെ ഇവിടെ വരെ മതി, ഇനി ഞാൻ പൊയ്ക്കോളാം, നീ താഴേക്ക് പോയിക്കോ. പെട്ടെന്നുള്ള അവളുടെ സംസാരം കേട്ട് ശ്രീകുട്ടി ഞെട്ടലോടെ നിന്നു. പറഞ്ഞു കേട്ടില്ലേ, പൊയ്ക്കോന്ന്. ഇനി ശ്രീയുടെ റൂമിലേക്കുള്ള അവകാശം എനിക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങോട്ട് ശ്രീകുട്ടി വരണമെന്നില്ല. ശരി അടുത്തി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓ ആയിക്കോട്ടെ. അത്രയും പറഞ്ഞ് ശില്പ ശ്രീകുട്ടിയെ നോക്കി റൂമിലേക്ക് കടന്ന് വാതിൽ വലിച്ചടച്ചു. അല്പനേരം ശ്രീകുട്ടി പുറത്താ നിൽപ്പ് തുറന്നു.
മായേച്ചിയുടെ അനിയത്തി തന്നെയാണോ ഇതെന്ന സംശയത്തിൽ എന്തോ വല്ലാത്തൊരു സങ്കടം വന്നിറഞ്ഞതും അവൾ വേഗം താഴേക്ക് ഇറങ്ങി. ലക്ഷ്മി നിലത്തിൽ മായിയുടെ അമ്മയുടെ കയ്യിൽ നിന്ന് നിലവിളക്ക് വാങ്ങി അവന്റെ കയ്യിൽ പിടിച്ച് ശ്രേയ വീട്ടിലേക്ക് കയറി. സൗകര്യങ്ങൾ കുറവായതിന്റെ പ്രയാസം ആ സമയം തന്നെ അവൾക്ക് അനുഭവപ്പെട്ടെങ്കിലും മായിയോടുള്ള സ്നേഹത്തിൽ അവളെല്ലാം മറന്നു. ശേഷം മായ അവളുടെ കയ്യിൽ പിടിച്ച് മായിയുടെ റൂമിലേക്ക് ചെന്നാക്കി. മോളെ, സൗകര്യങ്ങളൊക്കെ കുറവാ, എന്നാൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ പറയണേ. ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇങ്ങോട്ട് വരാൻ നോക്ക്. ആർക്ക് പിന്നാലെ വന്ന ശിവയുടെ സംസാരം കേട്ട് ശ്രേയ അമ്പരപ്പോടെ അവരിരുവരെയും നോക്കി. ശ്രീകുട്ടി, ആ മിഥുനേട്ടാ, എന്ത് വേഗം പോന്ന്? ചടങ്ങ് കഴിഞ്ഞോ? ഇനിയുണ്ടെന്ന് തോന്നുന്നു മിഥുനേട്ടാ, ഞാനിങ്ങ് പോന്നു. നിന്റെ മുഖത്ത് വല്ലാണ്ടിരിക്കുന്നത്? എന്റെയോ? അങ്ങനെയൊന്നുമില്ല മിഥുനേട്ടാ. നീ വാ, ഇവിടെ വന്നിരുന്നേ. ഇപ്പൊ വരാം, ഒന്ന് ഫ്രഷ് ആവട്ടെ. പറ്റില്ല, ഇവിടെ വാ. മിഥുന അവിടെ കയ്യിൽ പിടിച്ചു. മാളു, ഒന്നിങ്ങി വന്നേ. ആയേട്ടാ, വരുന്നു. ദേ ഇവിടെ ഇരിക്കെ, ചോദിക്കട്ടെ. മിഥുൻ ശ്രീകുട്ടിയുടെ കൈ പിടിച്ച് തന്നെ അടുത്തിരുത്തിച്ചു. ശ്രീകുട്ടി വന്നോ? എന്താണ് നീങ്ങി പോന്നേ? മാളു, നീ ഇവിടെ ഇരിക്കെ, ഇവളിക്കെന്നോ പറ്റിയിട്ടുണ്ട്. നമ്മളവിടുന്ന് പോരുമ്പോൾ ഉള്ള മുഖം ഇങ്ങനെയായിരുന്നോ? എന്താണ് പറ്റിയത്? ഒന്നുമില്ല മാളു. കാര്യം പറ, നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലടി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ആകെ ടയർഡായിപ്പിങ്ങ് പോകുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാലോ. ശ്രീകുട്ടിയുടെ അച്ഛൻ സത്യന്റെ പെങ്ങൾ സുമതിയുടെ മകളാണ് മിഥുനും മാളവികയും. വിവാഹത്തിനെത്തിയതാണ് അവർ. ഓഡിറ്റോറിയത്തിൽ നിന്ന് വീട്ടിലെത്തിയതും അവർ നേരെ ശ്രീകുട്ടിയുടെ വീട്ടിലേക്ക് വന്നാണ്. അവരെത്തിയതിന് പിന്നാലെ കുറച്ച് സമയത്തിനുള്ളിൽ ശ്രീകുട്ടി ആകെ സങ്കടത്തിൽ വീട്ടിലെത്തി. എന്താടി നീ പറ? അത് മിഥുനേട്ടാ, ശില്പ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ അവൾ മിഥുനോടും മാളിനോടും പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അയ്യേ, ഏതിനാണ് നീ കരയുന്നത്? മിഥുൻ ചിരിയോട് അവൾ നോക്കി ചോദിച്ചു. അങ്ങനെയല്ല മിഥുനേട്ടാ, പെട്ടെന്ന് കേട്ടപ്പോ ഞാനാകെ. സാരില്ലടി, പോട്ടെ, നീ അത് കാര്യാക്കണ്ട. മാളുകളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. അല്ലെങ്കിൽ ഏട്ടാ, അവൾ ഇത്തിരി ചാടിയുള്ള കൂട്ടത്തിലാ. ആദ്യം കണ്ടപ്പത്തിന് എനിക്ക് മനസ്സിലായതാ ആ മായേച്ചനെയായിരുന്നു നല്ലത്. എന്നാലും ഞാൻ ആലോചിക്കുക, പെട്ടെന്ന് ശ്രീയേട്ടനാളെ വിവാഹത്തിൽ നിന്ന് മായച്ച് പിന്മാറാൻ എന്തായിരിക്കും കാരണമെന്ന്. ഞാൻ ഇടയ്ക്ക് പലവട്ടം ഇത് ആലോചിച്ചു, ഒരു പിടിയും കിട്ടുന്നില്ല. അതൊക്കെ പോട്ടെ, ഈ കാര്യത്തിൽ നീ ടെൻഷൻ ആവണ്ട. ആളോട് പോകാൻ പറ. നീ പോയി മുഖം കഴിയോ, നമുക്ക് അങ്ങോട്ട് പോവാം. നീ പെട്ടെന്ന് വീട്ടിലേക്ക് പോകുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് സീനാവും. അതേ ശ്രീകുട്ടി, നീ പോയി വാ. മാളുവിന്റെ കൂടെ മിഥുനും കൂടെ പറഞ്ഞു അവളൊന്ന് മൂളി കണ്ണുകളോടെ അകത്തേക്ക് നടന്നു. ഏട്ടാ, എന്താടി? ഏട്ടനൊരു വല്ലായ്മ. അങ്ങനെ തോന്നിയോ? മിഥുൻ ചോദിച്ചുകൊണ്ട് അവളെ നോക്കി. തോന്നി. നീ അങ്ങനെ വല്ലാതെ തോന്നലുണ്ടാക്കേണ്ട മോളെ, അതാ നിനക്ക് നല്ലത്. ഏട്ടൻ വല്ലാതെ ഉരുളണ്ട. ഏതെങ്കിലും പെണ്ണിനോട് ഇഷ്ടം തോന്നിയാ അത് തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടാവണം. അല്ലാതെ പോടി പോടി, നീ വല്ലാണ്ട് ധൈര്യം ഉണ്ടാക്കല്ലേ. ശ്രീകുട്ടി അവിടെ നിന്ന് പോയി നോക്ക്. ശരി. മാളും ഇതിനെ നോക്കി അമർത്തി മൂളിക്കൊണ്ട് ശ്രീകുട്ടി പോയ വഴിയെ നടന്നു. ശില്പ റൂമിൽ ആ കണ്ണോടിച്ചു. അത്യാവശ്യം വലിപ്പമുള്ള റൂം തന്നെയായിരുന്നു ശ്രീഹരിയുടെ റൂം. ഡ്രസ് ചേഞ്ച് ചെയ്യാൻ മറന്ന പോലെ അവൾ അങ്ങനെ നിന്നു. മുമ്പ് ശ്രേയയുടെ കൂടെ ശ്രീമംഗലത്ത് വന്നിട്ടുണ്ടെങ്കിലും ശ്രീയേന്റെ റൂമിൽ ഇതുവരെ കയറിയിട്ടില്ല. ഇന്നൊരു അത്ഭുതം കണക്കി അവൾ എല്ലായിടവും നോക്കി. മോളെ, പുറത്തുനിന്ന് വാതിലിന് മുട്ടിലോ വിളി കേട്ടതും അവൾ ഞെട്ടിത്തിരിഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.